പോസ്റ്റ് മോഡേൺ മെഷീൻ ഗൺ തൊട്ട് മലപ്പുറം കത്തി Dine with Nalan. അപ്പോൾ നമുക്കിവിടെ രണ്ട് മ്യൂസിക്കൽ കപ്പിൾസ് അല്ലേ, നമ്മൾ പലതരം കപ്പിൾസിനെ പരിചയപ്പെടാറുണ്ട്. ഒരു മ്യൂസിക്കൽ കപ്പിൾ, വൺ ഇസ് എ മ്യൂസിക് കമ്പോസർ ആൻഡ് അനദർ ഇസ് എ മ്യൂസിക് ഫീൽഡിലുള്ള സിംഗർ, കറക്റ്റ് അല്ലേ? പൊതുവേ പറയുന്നത് ലൈക്ക് പോൾസ് അട്രാക്ട്സ് എന്നല്ല, ലൈക്ക് പോൾസ് റിപ്പൽസ് എന്നാണ് അല്ലേ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ് എന്നാണ്. മൈ ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, ഹൗ ഡിഡ് യു ടു മീറ്റ് ആൻഡ് ഹൗ ഡിഡ് ദിസ് മ്യൂസിക് ഹെൽപ്പ് യു ടു കം ടുഗെദർ ഇൻ യുവർ ലൈഫ്? ചേട്ടനിപ്പോ പറഞ്ഞില്ലേ ലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ അങ്ങനെ ലൈക്ക് പോൾസ് അല്ല ശരിക്കും പറഞ്ഞു. മ്യൂസിക് ഞങ്ങളുടെ ഒരു കോമൺ എലമെന്റ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. മൊത്തത്തില് ഓപ്പോസിറ്റ് പോൾസ് ആണ്. ഫുഡാണെങ്കിൽ തന്നെ സോണിക്ക് ഭയങ്കര നാടൻ ഫുഡാണ് ഇഷ്ടം, എനിക്ക് കുറച്ചും കൂടെ വെസ്റ്റേൺ ഫുഡാണ് ഇഷ്ടം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സോണി നമുക്ക് സംസാരിക്കാം. നമ്മൾ തോട്ട് പ്രോസസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മൾ തോട്ട് പ്രോസസ്സാണ് നമ്മളെ ഡെഫിനറ്റ്ലി റിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സോണി മനസ്സിലാക്കേണ്ടത്. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. സോ നമ്മളുടെ ചോയ്സസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിക്കലി ഒരു ഡിസ്കഷൻ നടന്നായിരുന്നു ഒരു സൈക്കോളജിസ്റ്റുമായിട്ട്. അപ്പം പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് വന്നിരിക്കുന്നതാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലേ, പിന്നെ എന്താ പറയുന്നത്, സ്ട്രെസ്, അങ്ങനെ കുറേ അല്ലേ, കുറേ ഈ പറയുന്ന കണക്ക് ലക്ഷറിയസ് വേർഡ്സ് വന്നിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശി എടുത്ത് ചോദിച്ചാൽ ഒരു പക്ഷേ ഇതൊന്നും അവർക്ക് അറിയത്ത പോലും. മൂഡ് സ്വിങ്സ്, അതെ അതെ, ഹോർമോണൽ ഡിസ്ബാലൻസസ് അല്ലേ. അപ്പം എൻ്റെ ചോദ്യം, ഈ ഡിപ്രഷൻ ഇല്ലെങ്കിൽ സ്ട്രെസ് ഒരു ചോയ്സ് അല്ലേ? യു ചൂസ് ടു വെൽക്കം. ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ കൂടുതലായിട്ട് കേട്ടുവരുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. പണ്ടും ചിലപ്പോ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്റെ ചോദ്യം, ഇപ്പൊ ഇദ്ദേഹം സ്ട്രെസ് ആയിരിക്കുന്നു എന്ന് സോണി പറയുന്നു എന്ന് കരുതുക, ഈ സ്ട്രെസ് ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തി, ഇദ്ദേഹമല്ലേ ചൂസ് ചെയ്തത് അത് കൺസീവ് ചെയ്യാനായിട്ട്? അദ്ദേഹം കളയണോ എന്നുള്ളത് നമ്മുടെ, ഈവൻ ദാറ്റ് ഇസ് എ ചോയ്സ്, റൈറ്റ്? സോ ഈവൻ ദാറ്റ് സെയിം തിങ്, ടേസ്റ്റ് ബഡ്സ് അല്ലല്ലോ പ്രധാനം, ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലേ? നമ്മളെന്നും ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ കേരളത്തിൽ സ്പെസിഫിക്കലി വന്നാൽ, ഇപ്പം കഴിഞ്ഞ കുറേ കാലത്ത് കേരളീയൻ റിവ്യൂസ് ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സും മെഡിക്കൽ ടെക്നോളജീസും പഠിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിലെ മലയാളികളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഈസ് ഗെറ്റിംഗ് ഡിവസ്റ്റേറ്റഡ് ഡേ ബൈ ഡേ. ഇത് ഞാൻ പറഞ്ഞതല്ല, വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇത്രയും കഴിവുള്ള, ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള, കാരണം എനിക്ക് സോണിയെ അറിയുന്നതിന് മുമ്പേ ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഒരുപാട് എന്താ പറയുക, പ്രണയം എന്ന് പറയാം മ്യൂസിക്കിനോട്. അതെ, ഇദ്ദേഹത്തിൻ്റെ മെലോഡിക്ക പ്ലേ ചെയ്യുന്ന കണ്ടിട്ട് ഇദ്ദേഹത്തിനടുത്ത് ഞാനൊരു എപ്പോ കണ്ടാലും ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മെലോഡിക്കാണോ അതിനും റീസൺ? വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഈ ഫോറിൻ ഫുഡിന്റെ പ്രത്യേകത, ഇപ്പൊ താങ്കൾ നൈജീരിയയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ, ദുബായിൽ, താങ്കൾ ഇപ്പം ഖത്തറിൽ അല്ലെങ്കിൽ ബഹ്റൈനിൽ, ഇപ്പൊ റീസെന്റ് എവിടെയായിരുന്നു? ഖത്തറിൽ. അവിടെ പോയൊരു ഷവർമ വാങ്ങിച്ച് കഴിക്കണം. ആ ഷവർമയാണോ ഗൗതം ഇവിടെ വിൽക്കുന്നത്? ഞങ്ങൾ പോയപ്പോൾ ഇതുപോലെ തന്നെ ഇതേ കാര്യം പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയ പ്രകാശങ്ങള് പോയി ഷവർമ ഞങ്ങൾക്ക് വാങ്ങി തന്നു. ഈവൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലും ഇവിടുത്തെ ടേസ്റ്റ് അല്ല. ഞാൻ അവിടെ ആയിരുന്നു എനിക്കറിയാം. അതെ, അപ്പൊ ഇത് കോമഡി എന്ന് പറയുന്നത്, ഇവിടെ അതിനെ വല്ല രാമവർമ്മയെന്നോ സോമവർമ്മയെന്നോ വല്ല മസാല വർമ്മ വിളിക്കണം. കാരണം വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഷാ വർമ്മ എന്ന് പറയുന്ന സാധനം അതല്ല ഇവിടെ തരുന്നത്. ഒരു ദിവസം ഒരാൾ ഷവർമ കഴിച്ച്, ഞാൻ നിർത്തി, പണി നിർത്തി, ഷവർമ കുറച്ച് നാൾ മുമ്പായിരുന്നു. ഷവർമ കഴിച്ചിട്ട് എന്നെ ഫോൺ ചെയ്ത് പറയുക, താങ്കൾ ഷവർമ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറയൂ സാർ, എന്താ ബുദ്ധിമുട്ട്? അത് ക്യാബേജ് ഉണ്ടോ?
പിന്നെ താങ്കൾ ചപ്പാത്തി പോലെ ഖുബൂസ, ഒറിജിനൽ ഖുബൂസ, ചപ്പാത്തി പോലെ സാധനം അതിനകത്ത് വെച്ച്, പിന്നെ അതിനകത്ത് ക്യാബേജ് ഇല്ല, താങ്കൾ അതിനകത്ത് മയോണൈസ് ഇട്ടിട്ടില്ല. ആക്ച്വലി ഷവർമയിൽ വരുന്ന ഗാർലിക് തൂമെന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്ന് എൻ്റെ കൂട്ടത്തിലുള്ളവരോട് വിളിച്ചിട്ടുണ്ട്, ഈ പണി നിർത്തിയാൽ അറിയില്ല അല്ലേ. ഒരു മൈൻഡിനെ, നേരത്തെ സ്ട്രെസ്സിനെ വെൽക്കം ചെയ്യുന്ന പോലെ നമ്മളെ മൈൻഡിനെ വെറുതെ ഹാപ്പിയാക്കാൻ നമ്മളെ ഹെൽത്തിനെ ബലി കൊടുക്കുകയല്ലേ? കറക്റ്റ് അല്ലേ? മാറി ചിന്തിക്കുക. കാരണം എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേരെ എനിക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ യാത്രയിലുള്ള അസറ്റുകളാണ്. കാരണം താങ്കളെപ്പോലത്തെ ഒരു വ്യക്തിത്വം ഇനിയും ഈ പല്ലാണ്ട് കാലം വാഴണം, താങ്കളുടെ മ്യൂസിക് പല്ലാണ്ട് കാലം ആൾക്കാർ കേൾക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരെയും എന്താണ് ഇൻസ്പയർ ചെയ്തത് മ്യൂസിക്കിലേക്ക് വരാനായിട്ട്? നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കാരണം പലരും ഗിഫ്റ്റഡ് ആണ്, പലരും ടാലൻറ്റഡ് ആണ്, പക്ഷേ ഇതൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇറ്റ് ഈസ് ഓക്കെ അല്ലേ? ഇപ്പം ഇറ്റ് ഈസ് ഫൈൻ, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ നിങ്ങളിത് കരിയറായിട്ട് എടുക്കുമ്പം ഒരു 10 വർഷം ബാക്കിലോട്ട് പോവാം. അന്ന് ഇത് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും ഗ്രാൻഡഡ് അല്ല, ഇത്രയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാറില്ല. ദെൻ ഹൗ കം യു ചോസ് ദാറ്റ് ഐ വിൽ ക്ലിങ് ഓൺ ടു മ്യൂസിക്? എനിക്ക് ആക്ച്വലി ആദ്യമേ തന്നെ ഒരു പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു. +2 പഠിക്കാൻ നാട്ടിൽ വന്നു. കെ സ്കൂൾ മാന്നാനത്ത്, അവിടെയാണ് പഠിച്ചത്. ഈ പൈലറ്റ് ആവാൻ സയൻസ് പിന്നെ ഓപ്ഷണൽ മാത്തമാറ്റിക്സ് കൊടുക്കണ്ടേ? അത് ആ സബ്ജക്റ്റ് ഞാൻ എടുത്തത്. പക്ഷെ പിന്നെ ചെറുപ്പം തൊട്ടേ മ്യൂസിക് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മ്യൂസിക്കിനോട് ഭയങ്കര ഒരു ഇപ്പം ഞാൻ ഹോസ്റ്റലിലൊക്കെ താമസിച്ച സമയത്താണെങ്കിൽ ഇടയ്ക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വന്നു. അപ്പം പാട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങി. ചോദിച്ചോട്ടെ, ഫാമിലിയിൽ ആരെങ്കിലും മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്യും? ഫാമിലിയിൽ അമ്മയും ഒക്കെ പാടും, അങ്ങനെ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല, പക്ഷെ മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നെപ്പോട്ടിസം അല്ല? അല്ലല്ല, നെപ്പോട്ടിക് അല്ല. മനസ്സിലാക്കി. ഓക്കെ. ഒരു പക്ഷേ കരിയർ ഗൈഡൻസ് കിട്ടിയിരുന്നെങ്കിൽ ഗൗതം വിൻസെന്റ് ഒരു പൈലറ്റ് ആകുമായിരുന്നു. There are possibilities. Yeah, there are possibilities. അങ്ങനെ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പം ചെറിയ ചെറിയ ഇൻകം ഒക്കെ വന്നു തുടങ്ങി. അപ്പം ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, പാഷനാണ്. അപ്പോൾ എന്തുകൊണ്ട് പാഷൻ പ്രൊഫഷൻ ആക്കി കൂടാ? കാരണം അത്യാവശ്യം ഇൻകം വരുന്നുണ്ട് ഷോസ് ചെയ്യുമ്പോൾ. ഈ കാര്യങ്ങൾ വീട്ടിൽ പറയുന്ന സമയത്ത് ഒരു നെപ്പോട്ടിക് കിഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സോണിക്ക് അറിയാം, അച്ഛനും അമ്മയും അപ്പോഴേ ചൂരലെടുക്കാനുള്ളത്. അതെ അല്ലേ? നീ സംഗീതമായിട്ട് എവിടെ എത്താനാ? നിന്നെക്കാട്ടി മുമ്പേ പാടിയവരുമുണ്ട്. ഇങ്ങനെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡീമോട്ടിവേഷൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എനിക്ക് +2 ആയപ്പം ലൈക്ക് ഗ്രേഡ് 12 ചെയ്ത ടൈമിൽ എനിക്ക് സൗണ്ട് എഞ്ചിനീയർ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അപ്പൊ മ്യൂസിക് അവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഏത് പേരൻസിനും ഒരു ടെൻഷൻ ഉണ്ടോ? മ്യൂസിക് മാത്രമായ ലൈഫ് അതെങ്ങനെ ബാക്കി എല്ലാം നടന്നു പോകും മ്യൂസിക് കൊണ്ട് മാത്രം എന്നൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു മ്യൂസിക്. അപ്പൊ ഞാൻ പപ്പയോട് പറയുന്നത് പോലെ എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പപ്പ ബിസിനസ്സാണ് നൈജീരിയയില്. അപ്പം പപ്പയോട് ഇങ്ങനെ ചോദിച്ച ടൈമിൽ പപ്പ പറഞ്ഞു, നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കൂടെ തന്നെ മ്യൂസിക് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങി. ബികോം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പയോട് പറഞ്ഞു, അപ്പൊ ഇനിയെങ്കിലും ഞാൻ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, അപ്പം ഓക്കെ എന്ന് പറഞ്ഞ പപ്പ ഫുൾ സപ്പോർട്ടോടെ തന്നെ പപ്പായും അമ്മയും രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചെന്നൈയിലെ ഹെൻറി കുരുള സാറിന്റെ അടുത്ത്, റഹ്മാൻ സാറിന്റെ. ഫാമിലിയിൽ അങ്ങനെ ആരുമില്ല. അപ്പൊ ഈ സൗണ്ട് എഞ്ചിനീയറിംഗിനെ പറ്റിയൊക്കെ വീട്ടിൽ പറയുന്ന സമയത്ത് ABCD പോലും അറിഞ്ഞുകൂടാത്ത അപ്പയും അമ്മയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഗൗതമിനെ പൈസ തന്ന് വിടുകയാണ്. എന്ത് വിശ്വാസത്തിന്റെ പുറത്ത്? അത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണെങ്കിലും പപ്പ ഓരോ ഇൻസ്ട്രുമെന്റ്സ് മേടിക്കാൻ വേണ്ടി എനിക്ക് പൈസ തരുമായിരുന്നു. അത് ലോണായിട്ട് തന്നുകൊണ്ടിരുന്നത്. അതായത് നീ പ്രോഗ്രാംസ് ചെയ്ത് ആ ലോൺ എനിക്ക് തിരിച്ചടയ്ക്കണം. അപ്പൊ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, പപ്പ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങിച്ചു തരും. പക്ഷെ അതെ, അടിപൊളി. ആ അച്ഛനെ ഞാൻ പ്രത്യേകം ബഹുമാനിക്കുകയാണ്. കാരണം
സ്വന്തം മകനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ നിന്ന് ചെലവാക്കിയ കാശ് നീ തിരിച്ചടയ്ക്കണം. കൊള്ളാം, കണ്ടിന്യൂ. അല്ല, ഇപ്പോഴും എല്ലാത്തിനെയും കണക്കുകളുണ്ട്. ഇനിയും പഠിച്ചു തീർക്കാനുണ്ട്. എനിക്ക് വേണ്ടി പപ്പ സ്പെൻഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറെ അടയ്ക്കാനുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കാനും കരിയർ ഗൈഡൻസ് കൊടുക്കാനും നല്ല പപ്പമാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ താങ്കളുടെ പപ്പയെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും. സോ അങ്ങനെ ഹെൻറി കുരുള സാർ എന്ന് പറഞ്ഞ സാറിനെ പറ്റി അറിഞ്ഞു. എ.ആർ. റഹ്മാന്റെ എഞ്ചിനീയർ ആണ്. ഇതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു 5 സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഒരു ബാച്ചിൽ ഉണ്ടാവുക. ചെന്നൈയില്. മലയാളിയാണ് സാറ്. ഹെൻറി കുരുളയാണ് ഗുരു. അതെ. അപ്പൊ അങ്ങനെ പപ്പയുടെ കൂടെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ജോമി അങ്കിളുണ്ട്. ജോമി എന്ന് പറഞ്ഞ അങ്കിളുണ്ട്. അപ്പൊ അങ്കിള് ഹെൻറി സാറിന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പം അവരുടെ നാട്ടുകാരാണ്. അപ്പൊ അങ്കിള് പറഞ്ഞു, ഹെൻറി നമ്മുടെ സ്വന്തം ആളാ, അവിടെ വിട്ടോ ശയിച്ചേ, ഒന്നും പേടിക്കണ്ട. അങ്ങനെ ജോമി അങ്കിളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഹെൻറി സാറിന് അല്ല, അങ്കിള് നൈജീരിയയില് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നൈക്ക് പെട്ടിങ്കടക്കൊക്കെ ആയിട്ട് പോയി. അവിടെ തുടങ്ങി. അവിടെ സാറിന്റെ കൂടെ 1 വർഷം പഠിച്ച് അങ്ങനെ അവിടെ സാറിന് നമ്മളവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബുക്കുകളും അതൊക്കെ നമ്മളോട് വായിക്കാൻ പറയും. കുറച്ചും കൂടെ മൈൻഡ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് താങ്കളുടെ വാട്സ്ആപ്പ് സ്റ്റേറ്റസിൽ ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടും ഇൻസ്പിറേഷണൽ ആയിട്ടും ഉള്ള സ്റ്റേറ്റ്മെന്റുകളാണ് താങ്കൾ എപ്പോഴും റെഫറൻസ് ആയിട്ട് ഇടുന്നത്. ഞാൻ വളരെ അപൂർവമായ ആൾക്കാരുടെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് താങ്കൾക്ക് വേണ്ടി തന്നെ ഇടുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാനിങ്ങനെ വായിക്കുമ്പം എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ വേറൊരു ഫാമിലി ഫ്രണ്ട്, ഒരു അഗസ്റ്റിൻ അങ്കിളുണ്ട്. അങ്കിള് ചെന്നൈയിലാണ്. അപ്പൊ അങ്കിൾ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും. ഭയങ്കര മോട്ടിവേഷനിലായിരിക്കും. അപ്പൊ ഞാൻ ചില സമയത്ത് അങ്കിളിന്റെ ഗുഡ് മോർണിംഗ് കാണുമ്പോൾ ഞാൻ ചോദിക്കും, അങ്കിൾ ഇന്ന് വന്നില്ലല്ലോ എന്ന് ചോദിക്കും. എനിക്ക് മോട്ടിവേഷൻ കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കോട്സ് എടുത്ത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ. കാരണം ഒരു നെപ്പോട്ടിക് കിഡ് അല്ലാണ്ട് ഒരു അച്ഛൻ്റെ വിശ്വാസം പിടിച്ചു പറ്റി ചെന്നൈയിൽ പോയി. ആൻഡ് യു ഹാവ് ബിക്കം എ ബ്രാൻഡ് നൗ ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സീരിയസ്. കാരണം എനിക്ക് താങ്കളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കളുടെ സ്റ്റേറ്റ്മെന്റിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൗതമിനെ നന്നായിട്ട് അറിയാം. കാരണം ഗൗതം ഇപ്പോൾ റീസെന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1 മില്യൺ വ്യൂസ് ആയിരുന്നു എൻ്റെ ആൽബത്തിന്. പക്ഷേ അതിൽ ഒരാൾ വിളിച്ച് എൻ്റെ പാട്ട് കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് 1 മില്യൺ വ്യൂസിനെക്കാട്ടിയും മഹത്വം ഉണ്ടാവും. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതൊരു വണ്ടർഫുൾ സോൾ പറയുന്നത് കറക്റ്റ് അല്ലേ? ശരിയല്ലേ? ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ സാധാരണ മ്യൂസിക് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാണ്. ഈ മ്യൂസിക് എപ്പോഴാണ് ഒരു ഫ്രസ്ട്രേഷൻ തരുന്നത്, അല്ലെങ്കിൽ ഈ മ്യൂസിക് നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ? മ്യൂസിക് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ തന്നിട്ടില്ല. കാരണം ഇപ്പൊ 2 ഹസ്ബൻഡും വൈഫും, ഞാൻ ചോദിക്കാനുള്ള കാരണം ഹസ്ബൻഡും വൈഫും ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു മീ ടൈം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പൊതുവെ. കാരണം രാവിലെ തൊട്ട് ഈ പറയും ആകാശവണ്ടിക്കാരാണെന്നുണ്ടെങ്കിൽ പറയും അത് കയറ്റി അയക്കണം, അത് ഇറക്കി അയക്കണം, ദേവം പൈസ വന്നു നോക്കും. ഇപ്പം നമ്മൾ അതിന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഭർത്താവാണെങ്കിൽ പുതിയ കോൺട്രാക്ട്സിനെ പറ്റി സംസാരിച്ചോണ്ട് ഇത് കിടക്കാൻ നേരത്തെ പിന്നെ നാളെ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ, വേറെ തന്നെ പൈസ വാങ്ങിക്കാവുള്ള ബെഡിൽ വരെ കൊണ്ടുപോകും. ഹൗസ് ഇറ്റ് ഇൻ യുവർ കേസ്? ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നിയത്. രണ്ടുപേരും സെയിം ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. എന്റെ പേഴ്സണൽ വർക്ക് സ്പേസ് എന്റെ ഫ്ലാറ്റിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ സോണി അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ക്രിയേറ്റീവായിട്ടൊരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതൊന്ന് ഓർഡർ ചെയ്ത് തരുമോ, ഇതൊന്ന് ഓർഡർ ചെയ്ത് തരുമോ, അങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ മൈൻഡ് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് അതൊന്ന് നോക്കിയേ, ഇത് നോക്കിയേ, ആ ഒരു സംഭവം ഒഴിച്ചാൽ. അപ്പൊ എന്റെ ചോദ്യം ഇതേ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം ഫോർ എക്സാമ്പിൾ ഒരു കമ്പോസർ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് പാടാനായിട്ട് ഏറ്റവും കൂടുതൽ ഗൗതം ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ വോയിസ് ആണ്. പാടാൻ താങ്കൾ അത് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അത് ഇപ്പൊ പറഞ്ഞ പോലെ ഫ്ലാറ്റിൽ തന്നെയാണ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഗൗതം കമ്പോസ് ചെയ്യാനിരിക്കുന്നതൊക്കെ അവിടെ തന്നെയാണ്. പക്ഷെ ഒരു മ്യൂസിക് കമ്പോസർ എന്ന രീതിയിൽ ഒരു ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് ഉള്ള പ്രശ്നം ഭയങ്കര സമാധാനപ്രിയരും ഭയങ്കര ലവബിളും ആയിരിക്കണം. പക്ഷെ അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു സ്പോട്ട് അവരെ പോയി വെറുതെ നൊയ് പറയുന്നതാണ്. അത് മനഃപൂർവ്വം ചെയ്ത് എൻജോയ് ചെയ്യാറുണ്ട്. ഒരു സുഖം 2 ദിവസം മുൻപ് കൂടി ഇങ്ങനെയൊക്കെ നമ്മള് ചില സമയത്ത് വെറുതെ ബോറടിച്ചിരിക്കുമ്പോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഞാനൊരു അർജന്റ് കോളിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, അപ്പൊ ഇങ്ങനെ വന്ന് ചുമ്മാ എന്തെങ്കിലും തമാശയൊക്കെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്കിപ്പോ ഭയങ്കര പൊതുവെ ഗൗതം കുരു പൊട്ടത്തില്ല, ബുദ്ധന് പഠിച്ചോണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റുമായിട്ട് അത്രയും നേരം ഞാൻ അദ്ദേഹമായിട്ട് സ്റ്റുഡിയോയിൽ ഇരുന്ന് വർക്ക് ചെയ്ത് എല്ലാം ക്ലിയർ, അതായത് ഒരു മണിക്കൂറോളം ഇരുന്ന് ആളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വിട്ടു. അതുകഴിഞ്ഞിട്ട് പിന്നെ അയാൾ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് അരമണിക്കൂറല്ല അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ കോളൊന്ന് ക്ലോസ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. ലേറ്റ് ഒരു 11:30-12 കഴിഞ്ഞു. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അത്രയും നേരം ഇരുന്ന് വർക്ക് ചെയ്ത് സ്റ്റുഡിയോയ്ക്കകത്ത് നേരെ സിസ്റ്റം നോക്കിക്കൊണ്ടിരുന്ന് ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാനല്ലേ തോന്നുള്ളൂ. അപ്പം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ നോയ് നോയ് നോയ്. ഞാൻ അത്ര നേരം ചിലപ്പം എന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ കുറെ നേരമായിട്ട് ഞാൻ ചില കുട്ടികൾ ഇതിനകൊണ്ട് അറ്റൻഷൻ സീക്കർ എന്ന് പറയും. കുട്ടിയാണ് പോട്ടെ. ഇപ്പൊ വീണ്ടും ഈ മ്യൂസിക് ഡയറക്ടർ പൊതുവെ ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കുന്ന ഈ ഡയറക്ടറുടെ വോയിസ് കേൾക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് എല്ലാവരെ കൊണ്ട് പാടിപ്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തമായിട്ട് പാടുമ്പം പുള്ളിക്ക് എവിടെയോ എന്തോ ഒരു കോൺഫിഡന്റ് ഒക്കെയാണ്. പക്ഷെ എന്നാലും പുള്ളിക്ക് സ്വയം പുകഴ്ത്തുന്ന ഒരു പരിപാടിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ പാടിക്കോളാം, ഞാൻ തന്നെ ഡയറക്ട് ചെയ്തോളാം, അങ്ങനൊന്നും. പുള്ളിക്ക് അത് ലാസ്റ്റാണ്. അതിന് ഗൗതം എപ്പോഴും പറയുന്നത് ഓരോരുത്തർക്കും ഉണ്ട്, അത് അവര് ചെയ്താലേ അതിന്റെ പൂർണ്ണ ഗൗതം ഒരു പാട്ട് പാടി തന്നിട്ടില്ല. എനിക്ക് പാടി തന്നിട്ടുണ്ട്. അത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പാട്ട് ഞാൻ പറഞ്ഞ പാട്ടുകളുടെ വരിയൊക്കെ വേറെ കുഴപ്പമില്ല. എന്നാലും ജനങ്ങൾക്ക് അറിയണം ഇത്രയും നല്ലൊരു മ്യൂസിക് ഡയറക്ടർ വൈഫിന് വേണ്ടി പാടിയ പാട്ട് എന്തായിരിക്കും എന്നുള്ളത്. കോമഡി പാട്ടുകൾ നമ്മൾ ഓഫ് സ്ക്രീൻ പറയുന്നത് ക്യാമറ ഇല്ല. കോമഡി പാട്ടുകൾ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൊപ്പി വെച്ചൊരു കുണുവാവ. ഒരു ചേച്ചിയുടെ ഒരു മറ്റേ വീഡിയോ ഉണ്ടല്ലോ യൂട്യൂബിലുള്ള, അപ്പം അത് കുറച്ചൊരു കോമഡി സാധനമാണ്. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ. അതങ്ങനല്ല, ഒന്ന് പാടി കേട്ടതാ. തൊപ്പി വെച്ചൊരു കൊണ്ടുവാ ഈ വോയിസിലാണ് അരിമക്കൂടാമെന്നെ കൊണ്ടുവാവ. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ എന്റെ കുഞ്ഞുവാവ എന്റെ താമര കണ്ണാ. ഇതുവരെ കാണാത്ത ഗവൺമെന്റിന്റെ വേറെ ഇന്നിവിടെ റിവീൽ ചെയ്തിരിക്കും. അതെ, ഓഫ് സ്ക്രീൻ ആണെന്നാണ് എന്റെ ഒരു ധാരണ. ഒരു വിഷമം വേണ്ട, കട്ടിയാതെ പൂർണ്ണമായിട്ടും ഇന്റർവ്യൂല് വരുന്നതാണ്. അപ്പം സോണി, സാധാരണ നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജസ് വരാറുണ്ട്, ബ്രോഡ്കാസ്റ്റ് ആണ് വരുന്നത്. ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളെ പേരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തൊരു നല്ല കാര്യം. നേരെ മറിച്ച് ഇപ്പം വളരെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികൾ നമുക്കൊരു ഗുഡ് മോർണിംഗ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല, സ്വാഭാവികമാണ്. കുറച്ച് നമ്മളുടെ റേഞ്ചിലോ ഇല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുകയാണ് അവൻ നമ്മളെക്കാട്ടി താഴെ റേഞ്ചിലോ ആണെങ്കിൽ അവനെ വിളിച്ചിട്ട് ഇല്ലെങ്കിൽ അവന് മെസ്സേജ് അയക്കുക, എന്നെ ഇങ്ങനെ ഈ ലിസ്റ്റിൽ നിന്നൊക്കെ ഒഴിവാക്കണം, എനിക്കിങ്ങനെ മെസ്സേജ് അയക്കരുത് എന്ന് അങ്ങനെ വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ചേട്ടൻ അതെങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. കാരണം ചില ആൾക്കാരെ ഞാൻ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുത്ത് പറയും, ഉറങ്ങുക, ഒന്ന് പിന്നെ വിളിക്കാവോ, പിന്നെ സൈലന്റ് ഇട്ടിട്ട് അല്ലേ, അല്ലെങ്കിൽ പിന്നെ ഏത് ഉറക്കത്തിലാണെങ്കിലും നമസ്കാരം, എന്തുകൊണ്ടാ വിശേഷം, ചക്കര ഞാനൊന്ന് കിടക്കുകയാണ്, മോനെ കുറച്ചായിട്ട് വിളിച്ചാൽ മതിയോ, അല്ലേ? ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ കേരളത്തിലുണ്ട്. അതിപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു മെസ്സേജ് ഇതുവരെ വന്നിട്ട് പലരും ചിലപ്പോൾ മനസ്സിലാലോചിക്കുന്നുണ്ടാവും. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഈ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് തീരെ അത് പറ്റാത്തവരാണ്, അല്ലെങ്കിൽ
ഇതൊന്നും കാണാൻ അത്രയും താല്പര്യം ഇല്ലാത്തവരായിരിക്കും തുറന്നത് പറയുന്നത്. പറയാതെ മനസ്സിൽ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ വർക്ക് നമ്മുടെ ഒരു സന്തോഷമാണ്, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ എനിക്ക് ഗൗതം മിക്കപ്പോഴും സോങ്സിന്റെ ഡീറ്റെയിൽസ് അയച്ചു, ഞാനെടുത്ത് അത് എന്റെ സ്റ്റേറ്റസിൽ ഇടാറുണ്ട്. പിന്നെ നമ്മളൊക്കെ ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ വലിയ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആളായിട്ടില്ല. ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വളരെ ഫേമസ് ഒരു വ്യക്തിയാണെന്ന് അയക്കുന്നെങ്കിൽ അയച്ചില്ലെങ്കിൽ ചോദിക്കും എന്താ അയക്കാൻ എന്ന് ചോദിക്കും. അതെ, ഇപ്പൊ നമ്മളൊക്കെ ഗ്രോയിങ് ആയതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. നമ്മളിപ്പം ആ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുക, അവരുടെ കമന്റ്സ് കേൾക്കുക. ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും ഓക്കെ, അത് കേട്ടാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് അടുത്തതിൽ ആ നെഗറ്റിവിറ്റി പറ്റത്തുള്ളൂ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കേരളത്തില് വളരെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള സെലിബ്രിറ്റികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ സ്ട്രഗിൾ ചെയ്ത് കഴിവതും നെപ്പോട്ടിക് അല്ലാതെ വന്നിട്ടുള്ള ആൾക്കാരെ പറ്റി ഞാൻ പറയാം. ഇവരെല്ലാവരും അവരുടെ വർത്തമാനങ്ങളിൽ ജനങ്ങൾ ഇല്ലെങ്കിൽ എന്നെ വളർത്തിയത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സും ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, 200 കോടിയും 300 കോടിയും 400 കോടിയും 500 കോടിയൊക്കെ ആസ്തിയുള്ള താരങ്ങളുള്ള ഈ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ഇവരെ ലുക്കപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ലുക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഇൻഫ്ലുവൻസോ ആയിട്ട് കേരളത്തിൽ തന്നെ 1700ഓളം CBSE സ്കൂളുകൾ. ഇപ്പം ഇദ്ദേഹം തീരുമാനിക്കുകയാണ് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഞാൻ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യും, ഫ്രീ. ആ സ്കൂളിൽ ചെന്ന് എൻ്റെ സ്റ്റോറി ഞാൻ അവരോട് പറയും. അതിൽ മറ്റൊരു ഗൗതം വിൻസെന്റിനെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ എൻ്റെ നാടിന് ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സെലിബ്രിറ്റിയും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, കാരണം പൈസ വാങ്ങിക്കാണ്ട്. കാരണം ഇവർ വന്നിരിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തും അടിച്ചും ചാൻസ് ചോദിച്ചും ഇറന്നും പൈപ്പ് വെള്ളം കുടിച്ചും ഒക്കെ ആണെന്ന് പറയുന്നു. ഓക്കെ, അവനവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലാതെ ഒരു പ്രൊമോഷൻ, ഒരു സിനിമയുടെ പ്രൊമോഷൻ പോലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും കാണുന്നത് സ്കൂളുകളിലേക്ക് കയറി വരും, പിള്ളേർ മൊത്തം കിടന്ന് ഭ്രാന്ത് കാണിക്കും, ആ വഴി അങ്ങ് പോകും. ഓക്കെ, ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഇവരൊരു റെഫറൻസ് ആയിട്ടുണ്ടോ? എൻ്റെ ചോദ്യം. ഈ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷൻ. പലരും ആടുതോമയുടെ ആയാലും നീലകണ്ഠൻ്റെയും ഫാൻസാണ്. മോഹൻലാലിൻ്റെ ഫാനായി കഴിഞ്ഞാൽ ഇന്നും ഗ്രൂം ചെയ്ത് സ്റ്റൈലിഷായിട്ട് ഒരു പെറ്റി കേസോ ഇല്ലാണ്ട് നടക്കണം, അല്ലേ? കറക്റ്റ് അല്ലേ? പുള്ളിക്ക് ഒരു കേസും ഇല്ലല്ലോ. പുള്ളി റിവേഴ്സ് ഗിയർ ഏറ്റവും കൂടുതലുള്ള മോഹൻലാലിൻ്റെ വണ്ടിക്കാണ്, അല്ലാണ്ട് ഉസ്താദിൻ്റെ വണ്ടിക്കല്ല. അപ്പം ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇനി സ്റ്റെപ്പ് എടുക്കുമോ, അതോ എടുത്തിട്ടുണ്ടോ, അതോ നിങ്ങളിപ്പോൾ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളാണെന്ന് പറയും. എൻ്റെ ഒരു ഗ്രാഫ് അനുസരിച്ച് അടുത്ത 2 ഇയേഴ്സിൽ ഇൻഡസ്ട്രി തിരിഞ്ഞു നോക്കാൻ പോകുന്ന ഇത് നോട്ട് ചെയ്തേക്കണം, ഒരു മ്യൂസിക് ഡയറക്ടർ അടുത്താണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. ഇൻഡസ്ട്രി തിരിഞ്ഞു നോക്കാൻ പോകുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത്, ഒരു സിംഗറുടെ അടുത്തോ. ഇറ്റ് വിൽ ഹാപ്പൻ ബിക്കോസ് ഹിസ് ഇൻട്രസ്റ്റ്, ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹിസ് ഫോക്കസ് is all working towards that. അപ്പം what you wish the whole world will conspire to make it happen എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യും, ഇറ്റ് വിൽ ഹാപ്പൻ എന്നാണ്. ഇത് നടക്കാൻ പോകുമ്പോൾ ഇപ്പോൾ പഴയ 2 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങിയവർ 10 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങിയവർ ആകെ രത്തൻ ടാറ്റ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ നെപ്പോട്ടിക് ഇല്ല, അവരുടെ ഫാമിലി ഇല്ല, അവരുടെ ഫ്രണ്ട് സർക്കിളിൽ മാത്രം പിടിച്ചു നിർത്താൻ നോക്കുക. ആരും താഴോട്ട് വളരാൻ ശ്രമിക്കുന്നില്ല, എല്ലാം ഉയരങ്ങളിലേക്ക് വളരാൻ ശ്രമിക്കും. ഒരു ദിവസം മൂടും കുത്തി വീഴുകയും ചെയ്യുകയാണ് സാധാരണ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഗൗതം വിൻസെന്റിന്റെ എന്നും സോണിയുടെ എന്നും ഈ ഫ്യൂച്ചറിൽ വാട്ട് ട്രാൻസ്ഫോർമേഷൻ വിൽ യു മേക്ക് ഇൻ ദിസ് സ്റ്റേറ്റ് ഓർ ഇൻ ദിസ് കൺട്രി? ചേട്ടനി പറഞ്ഞ പോലെ ഈ സ്കൂളുകളിൽ പോയി സംസാരിക്കുന്നത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്റ്റോറി ഞാൻ മേ ബി വെൻ ഐ ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എനിക്ക് ഫീൽ ചെയ്യുമായിരിക്കും അത് ഇൻസ്പയറിംഗ് ആയിരിക്കും എന്ന്. ഇപ്പം ഞാൻ എന്താ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെന്ന് തോന്നാറില്ല. അല്ല, കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കഴിഞ്ഞ മൂവിയുടെ ഇതിൽ ഞാൻ കണ്ടത് സ്റ്റിൽ ഈസ് എ ബിഗിനർ, എൻ്റെ ഫസ്റ്റ് മൂവി പോലാണ്. സോ വാട്ട് ഈസ് മെയിൻ സ്ട്രീം? ഞാനിപ്പോൾ താങ്കൾ 5 വർഷം മുമ്പ് കണ്ട ഗൗതം വിൻസെന്റ് അല്ലേ ഇന്ന് ഗൗതം വിൻസെന്റ്. യു ഹാവ് ടു തിങ്ക്, നിങ്ങൾ സെലിബ്രിറ്റികളാണ്, നിങ്ങൾ എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ 4 years എന്ന് പറയുന്ന സിനിമയിലല്ലേ പാടിയത്, കറക്റ്റ് അല്ലേ? അപ്പം ആ പാട്ട് കൂടെ പാടിക്കൊണ്ട്
രണ്ടൊരു പാട്ട് അതിലെ കൂടെ നമുക്ക് കേൾക്കാം. തീർച്ചയായും. എന്നിട്ട് ഇതിന്റെ ടെൻഷൻ ഒന്ന് പറയാം. കനവിൽ നിന്നിഴികളും മിഴിയിൽ നിന്നിനവുകളും നിലവിൽ നിമൃദുല സംഗീതം ശ്രുതിയിൽ നിന്മരികളും വരിയിൽ നിന്നിനവുകളും നിലവിൽ നിന്മോഹ സല്ലാപം ഇളം തേൻ കാറ്റായി പാടി വന്നു നീ പരാഗമായി അരൂപിയായി പെയ്തൊഴിഞ്ഞ പാട്ടായി പോയെന്നു നീ വിലോലമായി അശാന്തമായി വിഷാദം നീ വിചാരം നീ സ്വകാര്യം നീ പ്രയാണം നീ വികാരം നീ വിദൂരം നീ അനേകം നീ പ്രദോഷം എനിക്ക് അപ്കമിങ് പ്രോജക്ട്സിനെ പറ്റി ചോദിക്കാനോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അത് നിങ്ങൾക്ക് നിങ്ങളെ രീതിക്ക് സ്പ്രെഡ് ചെയ്യാവുന്നുണ്ട്. ബട്ട് എന്താണ് താങ്കളുടെ ഗോൾ? മെയിൻ ഇത് തന്നെയാണ്. മ്യൂസിക്കിൽ തന്നെ പ്ലേ ബാക്ക് സിംഗറായിട്ട് കുറച്ചുകൂടി കുറേ പാട്ടുകൾ പാടുക, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറായിട്ട്, എല്ലാവരും അറിയുന്ന ഒരു സിംഗറായിട്ട് മാറുക, എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കുക. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഓൾറെഡി എ ഗിഫ്റ്റഡ് പേഴ്സൺ. Now you only need to establish. It's already there in your voice. The difference is already there. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചെറിയ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദെയർ. ഈ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ, അവൈലബിൾ ആണോ? ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം ബിഫോർ 2 months ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Social media is a very important factor where you need to keep singing and you have to post your videos and other things. അത് ഓട്ടോമാറ്റിക്കലി ജനങ്ങളാണ് ഇതെല്ലാം പഠിപ്പിച്ചത് ഗൗതം തന്നെയാണ്. ഇതിനെ പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്തൊരു പരപ്പനങ്ങാടിക്കാർക്ക് എല്ലാവരും ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രം ഷെഫ് നളൻ ഷേ. അതെ, ഒരു സാധാരണ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഒരു അവസരം ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ശ്രമവും അവസരവും ഉണ്ടായതെല്ലാം ആഫ്റ്റർ ഗൗതം. യെസ്, ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്. പോയില്ലെങ്കിൽ നല്ല തല്ലിടും. നമ്മുടെ സോണി മോഹന്റെയും ഗൗതം മെൻസിന്റെയും ഇൻസ്റ്റാഗ്രാം പേജസ് റെഫർ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുക, പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മ്യൂസിക് ഡയറക്ടേഴ്സോ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ അതർ സിംഗേഴ്സോ അല്ല, ഇറ്റ് ഈസ് ദ ക്രൗഡ് തീർച്ചയായിട്ടും that makes us who we are. It is our followers and fans and our believers in us. അപ്പോൾ അത് വെളിയിൽ കിടക്കുക. അവരെ നമ്മൾ പാടി കേൾപ്പിച്ചാൽ അവരെ നമ്മൾക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പറയുന്ന ഈ ഫാൻസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഈ സപ്പോർട്ടും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും ഒക്കെ അതാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഇത്രയെങ്കിലും ആവാൻ കഴിഞ്ഞതും ചെയ്യാൻ കഴിയുന്നത് സോണി അതാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. സോണി ഡെയിലി പാടുക, ഇല്ലെങ്കിൽ വീക്ക്ലി പാടുക, എന്നിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളെ പോലത്തെ ആൾക്കാർ താങ്കളുടെ ഫാനാണ്, ആ പാട്ട് കേൾക്കാൻ. ഇപ്പം നേരത്തെ ഈ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം ഡെയിലി രാവിലെ പണ്ട് സ്റ്റീഫൻ ചെയ്യുമായിരുന്നു, ഒരു മോർണിംഗ് ഒരു ജിംഗിൾ പ്ലേ ചെയ്ത് എവരിഡേ ഇടുവാണ്. ഇപ്പം കാണുന്നില്ല. താങ്കൾക്കും ഏർലി മോർണിംഗിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് ഡെയിലി പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് ഏത് റിലേറ്റഡ് ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിന്ന ചിന്ന ആശയാണെങ്കിലും രാവിലെ കേൾക്കാൻ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഈ നെഗറ്റീവ് അല്ലാതെ കുറച്ച് കരയിപ്പിക്കുന്ന അല്ലാത്ത സോങ്സ് പ്ലേ ചെയ്തിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ രാവിലെ എണീറ്റ് ഇന്ന് സോണി എന്താ പാടി എന്ന് കേൾക്കാൻ ഇരിക്കുമായിരിക്കും. എനിക്ക് സോണിയടുത്ത് ചോദിക്കാനുള്ള ചോദ്യം, ഹൗ ഹെൽപ്ഫുൾ ഇസ് മ്യൂസിക് ഇൻ യുവർ മാരീഡ് ലൈഫ്? ചേട്ടൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ കരിയർ എങ്ങനെ മ്യൂസിക്കിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ഗൗതം എന്നെ സംബന്ധിച്ചിട്ട്. കാരണം ചെറുപ്പം തൊട്ടേ പാടുമായിരുന്നു. സ്കൂളും കോളേജിലെല്ലാം കോമ്പറ്റീഷൻസ് പ്രോഗ്രാംസ്. ഫാമിലിയിൽ മ്യൂസിക് ഉണ്ടോ? ഡാഡി അത്യാവശ്യം പാടും, ചേച്ചിമാരും എല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരും ചെറുതായിട്ട് മൂളുന്നവരും പാടുന്നവരൊക്കെയാണ്.
അല്ല, ആരും ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇല്ല. പരപ്പനങ്ങാടി ജില്ലയിലെ പരപ്പനങ്ങാടിയാണ് എൻ്റെ നാട്. അപ്പം നാട്ടുകാരായാലും എൻ്റെ ഫാമിലിയും എല്ലാം ഇപ്പം ഇന്നലെ കൂടി ഒരു ഇവന്റിന് അവിടെ പോയി പാടി വന്നിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ടേ പാടുമായിരുന്നെങ്കിലും ഇതാണൊരു പ്രൊഫഷൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മയ്ക്കും ഡാഡിക്കൊക്കെ ഒരു വലിയൊരു പാട്ടുകാരിയായിട്ട് കാണണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴും ഞാനത് ചെറുതായിട്ടൊന്ന് വിട്ടു. ഒന്നുകിൽ എൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോവാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗോഡ് ഫാദർ ഇല്ല. പിന്നെ നമ്മുടെ ഒരു നാട് അത്രയും ഒരു എന്താ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള സ്വപ്നം കാണിക്കുന്ന ഒരു നാടല്ല അല്ല. അപ്പം പിന്നെ സ്റ്റഡീസ് എല്ലാം ആയിട്ട് ഞാൻ PSCക്കൊക്കെ ട്രൈ ചെയ്തിരുന്ന ഒരു സമയം, അത് ഞാൻ പാട്ടൊക്കെ പാടിയ ഒരു വിട്ട പോലെയായിരുന്നു. ആ സമയത്ത് കോവിഡ് വന്നു. എല്ലാവർക്കും ആ കോവിഡ് സമയം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. നമുക്കും കുറേ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയൊരു സമയം കൂടിയായിരുന്നു അത്. ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു മ്യൂസിക് ഗ്രൂപ്പ് വഴി തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ ഗൗതമിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ചെയ്യാൻ ഇനിയുണ്ട്, ഞാൻ ഇത് കുറച്ചുകൂടി ഞാൻ എൻ്റെ ഒന്ന് സെൽഫ് മോട്ടിവേഷൻ അതെ ഇമ്പ്രൂവ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ചെയ്യാനുണ്ട് എന്നുള്ളത് ഫുൾ മോട്ടിവേഷനും സപ്പോർട്ടും എല്ലാം തന്ന ഒരാളാണ് ഗൗതം. താങ്കളും സോണിയും പരിചയപ്പെട്ടപ്പോൾ എന്തായാലും ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിലോ മ്യൂസിക് ലവർ എന്ന രീതിയിലോ കമ്പോസർ എന്ന രീതിയിലോ സോണിയിലെ വോയിസ് ഫോർ ഷുവർ യു ഷുഡ് ഹാവ് ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ്. Yeah, definitely. നമ്പർ 2, ഏതാണ് സോണി ആദ്യമായി ഇദ്ദേഹത്തിന് വേണ്ടി പാടിക്കൊടുത്ത പാട്ട്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, എന്നാലും മോള് തന്നെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എന്നാലും അത് സോണി തന്നെ പറയുന്നത്. ഇനി അതിനകത്ത് റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയല്ല. അത് ഇദ്ദേഹത്തിൽ നിന്നല്ല, എല്ലാ ആണുങ്ങളുടെയും അതിന്റെ സയന്റിഫിക്കലി പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം മുമ്പ് വരെ ചോദിക്കുമായിരുന്നു ഓർക്കുന്നുണ്ടോ ഏതാ പാട്ടെന്ന്. ഞാൻ ഇത് എല്ലാവർക്കും പറഞ്ഞു തരാം. ഈ ആണുങ്ങൾക്ക് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞ 2 ബ്രെയിനുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് രണ്ടും കൂടെ കുഴഞ്ഞിരിക്കുക. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാളയത്തൂറിയതും നാട്ടിലോടിയതും നടന്നതും എല്ലാം ഓർത്തു വെക്കാനുള്ള മെമ്മറി പവർ ഉണ്ട്. അത് ഞങ്ങൾ അത് ആണുങ്ങൾക്ക് ജനറ്റിക്കലി അവരുടെ മെഷീനറി അല്ല. പ്രശ്നം പറയാം, എല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്നത് എനിക്ക് ബർത്ത്ഡേ ഓർമ്മയുണ്ടോ, എന്റെ മറ്റേത് ഓർമ്മയുണ്ടോ, ഞാൻ അന്നിട്ട കളർ ഡ്രസ് ഓർമ്മയുണ്ടോ. ഇപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് നിന്റെ ഫോൺ നമ്പർ എന്തായിരുന്നു എഴുതിക്കോ, ഞാൻ പറഞ്ഞില്ല. ആലോചിച്ച് പക്ഷേ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള ആണുങ്ങളുണ്ട്, ഇല്ലാന്ന്. പക്ഷെ ജനറ്റിക്കലി മാൻ ഈസ് നെവർ മെയ്ഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇന്നും ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നിടത്ത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പശു 4 കാലിലേ നടക്കും അല്ലേ? ഈ പശുവിന്റെ അടുത്ത് എന്നിട്ട് പറയാം 2 കാലിൽ നടക്കടാ, നമ്മൾ മണ്ണനായിട്ടല്ലേ. അപ്പൊ പാട്ടിലേക്ക് കിടക്കാം. ഇന്ന് ഓർമ്മയില്ലെങ്കിലും ഉണ്ടെങ്കിലും എന്റെ ഊഹ ശരിയാണെങ്കിൽ ആലാപനം എന്ന് പറഞ്ഞ പാട്ടല്ലേ എനിക്ക് ഫസ്റ്റ് പാടി അയച്ചു തന്നെ? ആണോ, തെറ്റാണോ? ഗൗതം എന്റെ കേട്ട ആദ്യത്തെ പാട്ട് ചിന്ന ചിന്ന വണ്ണപ്പിൽ. അതായിരുന്നു ആ ഗ്രൂപ്പില്, ഞാൻ പറഞ്ഞൊരു മ്യൂസിക് ഗ്രൂപ്പ് വഴിയാണ്. അപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സിംഗേഴ്സ് ആണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ടാണ് അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ പാട്ട് കേട്ടാണ് ഗൗതം എനിക്ക് മെസ്സേജ് അയക്കുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഗൗതം കേട്ട പാട്ട് അതാണ്. പിന്നെ ഞാൻ ഗൗതമിന് വേണ്ടി പാടിക്കൊടുത്തത് വേണ്ടി ഗൗതമിനെ വീഴ്ത്തിയ പാട്ട് കേൾക്കാൻ പോവാണ് നമ്മൾ. ഓക്കേ, சின்ன சின்ன வண்ணக்காயில் கஞ்சி கஞ்சி கோவதம்மா புரியாத ஆனந்தம் புதிதாக ஆரம்பம் புரியாத ஆனந்தம் புதிதாக ஆரம்பம் முத்தாடும் தீன்முட்டு நானா நானா சின்ன சின்ன வண்ணக்காயில் கஞ்சி கஞ்சி கோவதம்மா சின்ன சின்ன வண்ணக்காயில் கஞ்சி கஞ்சி கோவதம்மா. താങ്ക് യു. ഇപ്പോഴും ഈ വോയിസിൽ പാട്ട് കേൾക്കുമ്പോൾ നല്ലൊരു ബട്ടർഫ്ലൈസ്. അതെ അതെ, ചില നിയോഗങ്ങളും ചില നിമിത്തങ്ങളുമാണ് മ്യൂസിക് ആൻഡ് ഫുഡ്. അപ്പോൾ നമുക്കിനി ഡിന്നറിലേക്ക് കടക്കാം. ഒരു സ്പെഷ്യൽ ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വിശ്വസിക്കേണ്ട, തേങ്ങ കൊണ്ടുള്ള പരിപാടിയാണ്. പണി തുടങ്ങാം, സസ്പെൻസ് പൊളിക്കാം. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ, ഉള്ളി അരിയാൻ അറിയാമല്ലോ, സവാള അരിയാൻ
അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. കച്ചക്കാളാണ്, നിന്നെ ഒന്ന് ഉള്ളി അരിയിപ്പിച്ചിട്ടേ വിടത്തോള്. വാ വാ തുടങ്ങാം. Dine with Nalan. സവാള കട്ട് ചെയ്യാൻ പേടിയാണെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, താങ്കൾ കട്ട് ചെയ്യൂ. നോക്കാം. മോഡ്സ് മോഡേൺ മെഷീൻ ഗൺ തൊട്ട് മലപ്പുറം കത്തി വേണം. ആ നൈഫ് പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയല്ല വെച്ചതാണ് നൈഫ്. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. അല്ല, ഇത് പ്രൊഫഷണൽ വേ. അത് മാത്രമേ നമ്മൾ ഒരിക്കലും കൈ ഇങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ കൈ എപ്പോഴും ഫോൾഡ് ഇടാം. കൈ കട്ടാവത്തില്ല. അങ്ങനെ ഒരു പാട്ടുകാരിയെ ഉള്ളി അരിയാൻ പഠിപ്പിക്കും. ഇതിനും വരുന്ന ഞാൻ പഠിച്ചതാ, ഞാൻ കുക്കൊക്കെ ചെയ്യുന്നത്, പക്ഷേ പ്രൊഫഷണൽ സ്റ്റൈൽ എനിക്കറിയില്ല. അല്ല, ഇത് സേഫ്റ്റിയാ. കണ്ടോ, ഈ വിരൽ ഇപ്പൊ കട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലല്ല. ഇങ്ങനെ വെച്ച് ഇങ്ങനെ 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 മാന്താനായിട്ട് ഗൗതമിനെ മാന്താറുണ്ടോ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ മാന്തുന്ന ഇങ്ങനാവും. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് അതെങ്ങനെയായിരുന്നു മാന്താനും കൈ പിടിച്ച സ്റ്റൈൽ എനിക്ക് ഓർമ്മയില്ല, മാന്തിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് ടെൻഡർ കോക്കനട്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഓക്കെ, ടെൻഡർ കോക്കനട്ട് ആക്ച്വലി മലേഷ്യൻ ആണ്. എനിക്കൊരു ചീത്തപ്പേരുണ്ട്, ഞാൻ എല്ലായിടത്തും വാഴപ്പൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാഴപ്പൂ ചെയ്യുന്നില്ല, തേങ്ങാക്കൊലയ്ക്കകത്ത് ബിരിയാണിയാന്ന് വിചാരിച്ചു. എൻ്റെ അടുത്താ കളി. ഗൗതം മിറ്റ്സിനെ കൊണ്ട് തക്കാളി കട്ട് ചെയ്യിപ്പിക്കാം. പ്രശസ്തനായ മ്യൂസീഷ്യൻ തക്കാളി അരിയുകയാണ്. തക്കാളി നിങ്ങളിത് കാണുക. ബിരിയാണിയാണ്, ടെൻഡർ കോക്കനട്ട് ബിരിയാണിയാണ്. ചുട്ട ചമ്മന്തിയും മാങ്ങാച്ചാറും സാലഡും ആയിട്ട്. ഡൈൻ വിത്ത് നളൻ. പ്രമാദം. ഇത്ര നല്ലൊരു ഉള്ള ഇതിനു മുമ്പ് അങ്ങനല്ല, വെറുതെ പൊക്കി പറഞ്ഞു. ഉണ്ടാക്കി തരും മാത്രമല്ല, അത് ഉരുളാക്കി വായിൽ വെച്ച് തരുന്നതിന്റെ ഒരു ടേസ്റ്റിന് അത് ഒരു വേറെയാണ്. പാവപ്പെട്ട ഇവിടെ നിൽക്കുകയാണ്, വെള്ളം ഇറക്കുന്നുണ്ട്. ഒരു ടൈറ്റാനിക് കപ്പലാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ചവച്ച് സമാധാനമായിട്ട് കഴിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൗതം ആൻഡ് സോണി ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു ചേട്ടാ, ഞങ്ങൾ അങ്ങോട്ടാണ് താങ്ക്സ് പറയണ്ടേ. താങ്ക് യു. അടിപൊളി ഡിഷായിരുന്നു, ഒന്നും പറയില്ല. ഞാൻ പല ഡിഷസ് ചേട്ടൻ്റെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ്. അതെ, ഓരോ പ്രാവശ്യവും ഇതും ആദ്യമായിട്ടല്ലേ? ഇതും ആദ്യമായിട്ടാണ്. ആഗ്രഹം എല്ലാം ആദ്യമായിട്ടാണ്. അതെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങളെ കൊണ്ട് വളരെ മനോഹരമായ സംഗീതവും താങ്കൾക്ക് പാടാനും കഴിയട്ടെ. ജനങ്ങൾക്ക് ഒരു വളരെ വലിയ റെഫറൻസായി മാറട്ടെ. ഡൈൻ വിത്ത് നളൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും ഞങ്ങളോട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മെലോഡിക്ക വായിച്ചുകൊണ്ട്, എൻ്റെ ഫേവറേറ്റ് മെലോഡിക്ക വായിച്ചതുകൊണ്ട് വി ആർ സൈനിങ് ഔട്ട് ഫ്രം ഡൈൻ വിത്ത് നളൻ. താങ്ക് യു.
ഇത് ഡീ ഫൈറ്റർ എന്ന് പറയുന്ന എൻ്റെ ഒരു റെസിപ്പിയാണ്. ഒരു 10 days കഴിച്ചു കഴിയുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഗൗതം എന്നെ വിളിച്ച് പറയണം. കാരണം 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത വെള്ളത്തോടു കൂടി പോറഞ്ച് ഉണ്ടാക്കി കഴിക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എൻഹാൻസ് യുവർ എനർജി ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫുഡ്. ഇതൊരു മെഡിസിൻ അല്ല. ഒരു ചെറിയ കോംപ്ലിമെന്റ്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ ഒരു നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ചേട്ടൻ ഇത് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മെലോഡിക്ക് എന്നെ എപ്പോഴും വിളിച്ച് എൻ്റെ പേര് ചോദിക്കും. ഇതിന്റെ പേര് എപ്പോൾ കണ്ടാലും എന്നോട് എന്റെ പേര് ചോദിക്കാം. എന്നാലും ഇന്ന് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കും, എടാ മോനെ നീ വരുമ്പം ആ ഉതിർന്ന് നിന്റെ ഇൻസ്ട്രുമെന്റ്. ആക്ച്വലി ചാർലിയുടെ ഒരു മ്യൂസിക് ഹി പ്ലേഡ് ആക്ച്വലി. അവിടെ നിന്നാണ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ഗൈ ബിക്കോസ് ദാറ്റ് വാസ് സോ മെസ്മറൈസിങ് ഫോർ മീ. അങ്ങനെയാണ് ഞാനിത് വിളിച്ചിട്ട് പറയുന്നത്. ഇപ്പം വരുമ്പോഴും ഈ സാധനം വേറെ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ. അപ്പൊ ഞാനെന്നാ അത് തന്നെ ഇപ്പൊ ലൈവായിട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. താങ്ക് യു. An actor who is able to create the universe in the palm of his hand. Tenny Tom. Dine with Nalan. Huh?